നമുക്കിന്ന് ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ ഐറ്റം ആയാലോ. അതിന് ചെയ്യുമ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കുറച്ച് പുളിവെള്ളത്തിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇങ്ങനെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുവാണേ. ഇനി നമുക്ക് കുറച്ച് നമ്മുടെ ചേമ്പ് വെന്ത് വരുന്ന സമയത്ത് നിറയെ വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം വീണ്ടും നമുക്കിതുപോലെ തന്നെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ചേമ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വറ്റിച്ച് വേണം എടുക്കാനേ. ഇത് വറ്റിച്ചുണ്ടാക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ. ഇതെൻ്റെ അമ്മമ്മയുടെ സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ അമ്മമ്മയെ എപ്പോഴും ഓർമ്മ വരാറുണ്ട് കേട്ടോ. വേറെ കറിയൊന്നും ഇല്ലെങ്കിലും എനിക്കിത് ഭയങ്കര പ്രിയപ്പെട്ട കറിയാണേ. ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആട്ടോ കഴിക്കാൻ വേണ്ടിയിട്ടേ. നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, മുളക് പൊടി കുറച്ചും മല്ലിപ്പൊടി ഇച്ചിരി ഏറിയുമാണ് കേട്ടോ നിൽക്കേണ്ടതേ. ചില സാധനങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്ന ഐറ്റം ആയിരിക്കും. പക്ഷേ നമുക്ക് പണ്ട് നമ്മുടെ മുത്തശ്ശിയൊക്കെ ഉണ്ടാക്കി തന്ന ഐറ്റം ആണെന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രത്യേക രുചിയായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ പ്രിയപ്പെട്ട ഐറ്റംസ് ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഐറ്റം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുവേ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.